ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് ആനുവൽ എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസേഴ്സ് ആണ്. അപ്പോൾ 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ വാർഷിക പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്, ആനുവൽ എക്സാം അല്ലേ. അപ്പോൾ അതിന് വളരെ ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ്സാണിത്. എല്ലാവരും മോഡൽ എക്സാം മാക്സിമം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളിതിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, അതിന് ഉത്തരം എഴുതാൻ വേണ്ടി നിങ്ങൾ നോക്കുക. ഉത്തരം എഴുതാൻ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോട്ട്സ് ഒക്കെ എടുത്തിട്ട് ഒന്ന് പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ക്ലാസ് 5 ആനുവൽ എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീ സോഷ്യൽ സയൻസ്. അപ്പം നമ്മൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നോക്കാം. ആനുവൽ എക്സാം ആക്ടിവിറ്റീസ് ആയിട്ടാണ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ ആക്ടിവിറ്റി നോക്കൂ. നിങ്ങൾക്കൊരു ചിത്രം തന്നിട്ടുണ്ട് അല്ലെ, ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ചോദ്യം എന്താണെന്ന് നോക്കാം. Observe the various jobs given in the pictures. Is employment the only source of income for a family? Write a short note expressing your opinion. അപ്പോൾ തന്നിരിക്കുന്നത് പലതരം ജോലികൾ ചെയ്യുന്ന ആളുകളുടെ ചിത്രമാണല്ലേ. അപ്പോൾ അവർ ചോദിക്കുന്നു, ജോലി എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ഓൺലി സോഴ്സ് ഓഫ് ഇൻകം ആണോ? ഒരു കുടുംബത്തിന് അത് മാത്രമാണോ ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക, ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യമെന്ന് പറയുന്ന എംപ്ലോയ്മെന്റ് ആണോ? എങ്കിൽ അതിനെക്കുറിച്ചൊരു ഷോർട്ട് നോട്ട്. No, employment is not the only source of income. While many people earn money through jobs, wages and salaries, families can also receive income from എന്തിൽ നിന്നൊക്കെ ഇൻകം വരും? റെന്റ് അല്ലേ. നമ്മൾ വീടൊക്കെ കെട്ടി വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നുള്ള വാടക വരില്ലേ? ഫ്രം ഹൗസസ്, ഷോപ്സ്, ലാൻഡ് ഓൺഡ് ബൈ ദ ഫാമിലി. ഇൻട്രസ്റ്റ്, പിന്നെ പലിശ. നമ്മൾ ബാങ്കിലൊക്കെ പൈസ ഡിപ്പോസിറ്റ് ചെയ്ത, ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ ഒക്കെ പൈസ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് പലിശ വരും. പിന്നെ പ്രോഫിറ്റ് ഫ്രം എ ഫാമിലി ബിസിനസ്, ട്രേഡ് ഓർ സെല്ലിംഗ് അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ലൈക്ക് കോക്കനട്ട്, റബ്ബർ ഓർ വെജിറ്റബിൾസ്. പിന്നെ ബിസിനസ് ചെയ്യുന്നവർക്ക്, ട്രേഡ് ചെയ്യുന്നവർക്കൊക്കെ ലാഭം കിട്ടും, പ്രോഫിറ്റ്. അപ്പോൾ ഇതൊക്കെ ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള, വരുമാനം ജനറേറ്റ് ചെയ്യാനുള്ള മാർഗങ്ങളാണ്. പെൻഷൻസ്, ഗവൺമെൻറ് ഓർ പ്രൈവറ്റ് പേയ്മെൻറ്റ്സ് ഫോർ റിട്ടയർ ഇൻഡിവിജ്വൽ. റിട്ടയർ ആയ ആളുകൾക്ക് പെൻഷൻ വരും അല്ലേ, അതും അവരുടെ ഒരു ഇൻകമാണ്. ബി ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ദ റീസൺസ് ഫോർ ദ വേരിയസ് എക്കണോമിക് ഇനീക്വാലിറ്റീസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ സൊസൈറ്റി. ഡിസ്പാരിറ്റി ഇൻ ഇൻകം, അൺഎംപ്ലോയ്മെൻറ്റ്, ലാക്ക് ഓഫ് അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ്, ഡിഫറൻസ് ഇൻ വേജസ്, സാലറി. അപ്പോൾ എയും ബിയും കണ്ടല്ലോ അല്ലേ. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി, കംപ്ലീറ്റ് ദ വർക്ക് ഷീറ്റ് റിലേറ്റഡ് ടു പ്ലാനറ്റ്സ് ആൻഡ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ പ്ലാനറ്റിൻ്റെയും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും എഴുതണം. ആദ്യത്തെ മാസാണ്. മാസ് എന്താ? ചൊവ്വ ഗ്രഹം അല്ലെ, ഗ്രഹങ്ങളാണ്. മാസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് റെഡ് പ്ലാനറ്റ് ആണ്. അടുത്തത് ബി, സെക്കൻഡ് ലാർജസ്റ്റ് പ്ലാനറ്റ് ആണ്, സാറ്റേൺ ആണ്, ശനി. അടുത്തത് യുറാനസ് ആണ്. യുറാനസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സവിശേഷത, കോൾഡസ്റ്റ് പ്ലാനറ്റ് ആണ്. അടുത്ത ഡി, നോൺ ആസ് ദ മോർണിംഗ് സ്റ്റാർ ആൻഡ് ദ ഈവനിങ് സ്റ്റാർ. ഏതാ? വീനസ് ആണ്. ശുക്രൻ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് കറക്റ്റ് ആണ്? സൺ ഈസ് എ സ്റ്റാർ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്. ആക്ടിവിറ്റി 3 വരുന്നത്, റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ടു റൊട്ടേഷൻ ആൻഡ് റവല്യൂഷൻ ഓഫ് ദ എർത്ത്. ഭൂമിയുടെ ഭ്രമണത്തെയും പരിക്രമണത്തെയും കുറിച്ച് തന്നിരിക്കുന്നത് വായിക്കുക. ക്ലാസിഫൈ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ. എന്നിട്ട് താഴെ റൊട്ടേഷനെ കുറിച്ചുള്ള പോയിന്റും റവല്യൂഷനെ കുറിച്ചുള്ള പോയിന്റും എടുത്തെഴുതുക. അപ്പോൾ റൊട്ടേഷൻ നോക്കൂ. എർത്ത് റൊട്ടേറ്റ്സ് ഓൺ ഇറ്റ്സ് ഇമാജിനറി ആക്സിസ്. റവല്യൂഷനിൽ സീസൺസ് ഒക്കറാണ്. നമുക്കെല്ലാം ഒന്ന് എഴുതാം. ഇനി അടുത്തത് റൊട്ടേഷനിൽ ഇറ്റ് ടേക്സ് 23 hours 56 minutes and 4 seconds to complete one rotation. The sun appears to rise in the east and set in the west. Revolution ആണെങ്കിൽ സീസൺസ് ഒക്കർ. It revolves round the sun in a fixed orbit. Completes one revolution in 365 1/4 days. B, a child living in Kerala watches at night the live telecast of the Copa America match taking place in New York, USA during the day. Which movement of the earth is the reason for this? അപ്പോൾ രാവിലെയും രാത്രിയും ആവുന്ന കാര്യമാണ്. USA ഡേ ടൈം ആണെങ്കിൽ ഇന്ത്യയിൽ നൈറ്റ് ടൈം ആണ്. അപ്പോൾ എന്തുകൊണ്ടാണിത്? റൊട്ടേഷൻ ആണ് ഇതിന് കാരണം കേട്ടോ. ഭൂമിയുടെ റൊട്ടേഷൻ ആണ്, ഭ്രമണമാണ് ഇതിന് കാരണം.
Activity 4. Law is the accepted set of rules and regulation laid down for the existence and smooth functioning of society. നിയമങ്ങൾ അല്ലെ. കംപ്ലീറ്റ് ദ ഡയഗ്രാം റിലേറ്റഡ് ടു ലോസ്. അപ്പോൾ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. നമുക്ക് അൺറിട്ടൺ ലോസ് ഉണ്ട്. അൺറിട്ടൺ ലോസ് എന്തൊക്കെയാണ്? ലോസ് ഓർ റൂൾസ് ഫോംഡ് ത്രൂ സോഷ്യൽ നോംസ് ഓർ പ്രാക്ടീസസ്. ലോസ് ഫോർമുലേറ്റഡ് ബൈ ലെജിസ്ലേറ്റീവ് ബോഡീസ് ആണ് അടുത്തത്. ലോസ് ഫോംഡ് ബൈ സിസ്റ്റമാറ്റിക് മെക്കാനിസം. B. Write any 2 rules guidelines that children must follow for the smooth functioning of the school. സ്കൂളിൻ്റെ സ്മൂത്ത് ഫംഗ്ഷനിങ്ങിന് വേണ്ടി കുട്ടികൾ പാലിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെ? ഫോളോ ദ ടൈം ഷെഡ്യൂൾ, വിയർ ദ സ്കൂൾ യൂണിഫോം. വിച്ച് ലോ ഈസ് റിലേറ്റഡ് ടു ചിൽഡ്രൻസ് റൈറ്റ്? ചൈൽഡ് റൈറ്റ്സ് ആക്ട് ആണ് കുട്ടികളുമായി ബന്ധപ്പെട്ട നിയമം. ആക്ടിവിറ്റി 5. ഫുഡ് ഇസ് ദ ബേസിക് റൈറ്റ് ഓഫ് എവറി ഹ്യൂമൻ ബീങ്. ഭക്ഷണം എന്നുള്ളത് എല്ലാ മനുഷ്യൻ്റെയും ബേസിക് ആയിട്ടുള്ള അവകാശമാണ്. ദർ ആർ തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ഇൻ മെനി പാർട്സ് ഓഫ് ദ വേൾഡ് ഹു ഡു നോട്ട് ഗെറ്റ് എ സിംഗിൾ മീൽ ടു സസ്റ്റൈൻ ലൈഫ്. അപ്പോൾ ലോകത്ത് ആയിരക്കണക്കിന് ആളുകളുണ്ട് ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാത്ത ആളുകൾ അല്ലേ. വിച്ച് ഡേ ഈസ് ഒബ്സർവ്ഡ് ആസ് വേൾഡ് ഫുഡ് ഡേ? വേൾഡ് ഫുഡ് ഡേ എന്നാണ് ഒക്ടോബർ 16. റൈറ്റ് എ നോട്ട് ഓൺ ദ റീസൺസ് ഫോർ പോവേർട്ടി ആൻഡ് സ്റ്റാർവേഷൻ. അപ്പോൾ നമ്മൾക്കറിയാം പോവേർട്ടിയുടെയും അതുപോലെ തന്നെ സ്റ്റാർവേഷൻ്റെയും ഒക്കെ കാരണത്തിനെ കുറിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പോവേർട്ടി ആൻഡ് സ്റ്റാർവേഷൻ occur due to several economic and social factors. One major reason is unemployment and low wages, which reduce people's ability to earn enough income to meet their basic needs. Lack of education and skills also limits job opportunities and keeps people in low-paying work. In many societies, unequal distribution of wealth and resources allows only a small group of people to control most of the income and property. Rapid population growth puts pressure on available food and employment opportunities. In addition, natural disasters such as droughts and floods can destroy crops and lead to food shortages. Poor economic policies and lack of proper planning may also worsen poverty and lead to starvation in many regions. അടുത്തത് പ്രിപ്പയർ പ്ലക്കാർഡ്സ് ഫോർ ദ ഡേ റാലി ടു ബി ഓർഗനൈസ്ഡ് ഇൻ സ്കൂൾ ഇൻ കണക്ഷൻ വിത്ത് വേൾഡ് ഫുഡ് ഡേ. വേൾഡ് ഫുഡ് ഡേക്ക് തയ്യാറാക്കാനുള്ള ഒരു പ്ലക്കാർഡാണ് നമ്മൾ എഴുതേണ്ടത്. നോ ഫുഡ് വേസ്റ്റേജ്, എൻഡ് ഹങ്കർ, തിങ്ക് ബിഫോർ യു വേസ്റ്റ് ഫുഡ്, എവറി ഗ്രെയിൻ മാറ്റേഴ്സ്, സേവ് ഫുഡ്, സേവ് ലൈഫ്. ആക്ടിവിറ്റി 6. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് റിവേഴ്സ് ഈസ് കറക്റ്റ്? നദികളെക്കുറിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് ഏതാണ്? റിവേഴ്സ് ഇൻ കേരള ഒറിജിനേറ്റ് ഫ്രം ദ ഹൈലാൻഡ്സ്. B. Government schemes to protect water resources and ensure freshwater supply are given below. Arrange them suitably ആണ്. അപ്പോൾ ഇത് നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്യണം. ഇനി ഞാൻ ഒഴുകട്ടെ, തെളിനീരൊഴുകും നവകേരളം, ജൽ ജീവൻ മിഷൻ. അപ്പോൾ ഇതിൽ ഇനി ഞാൻ ഒഴുകട്ടെ എന്നുള്ളത് ഹരിത കേരള മിഷൻ്റെ ആണ്. തെളിനീരൊഴുകും നവകേരളം എന്നുള്ളത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആണ്. ജൽജീവൻ മിഷൻ സെൻട്രൽ ഗവൺമെന്റിന്റെ ആണ്. റൈറ്റ് എ മെത്തേഡ് ടു പ്രിവെന്റ് പൊല്യൂഷൻ ഓഫ് വാട്ടർ റിസോഴ്സസ്. അപ്പോൾ വെള്ളത്തിന്റെ സ്രോതസ്സുകൾ പൊല്യൂട്ട് ആവുകയാണ് അല്ലേ, അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള മെത്തേഡ് എഴുതുക. അവോയ്ഡ് dumping plastic waste, avoid unscientific fishing methods in water bodies, do not discharge polluted or waste water into water bodies. 7. A safe and secure childhood is the right of every child. There are several laws and systems in place to protect child rights. കുട്ടികളുടെ സംരക്ഷണത്തിന് ഒരുപാട് നിയമങ്ങളുണ്ട് അല്ലേ. ലിസ്റ്റ് ദ മെയിൻ ഐഡിയാസ് നെസസറി ടു പ്രിപ്പയർ എ വാൾ മാഗസിൻ ഇൻ ദ ക്ലാസ് ഓൺ ചൈൽഡ് റൈറ്റ്സ്. അപ്പോൾ കുട്ടികളുടെ നിയമത്തിനെ കുറിച്ചിട്ട്, കുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ചിട്ട് ഒരു വാൾ മാഗസീൻ ആണ്. ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട് 1986, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009, കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, പോക്സോ ആണ് കേട്ടോ. ഈ സി ഇവിടെയും എസ് അപ്പുറത്തും കേട്ടോ. പോക്സോ ആക്ട് 2012. വിച്ച് ഡേ ഈസ് ഒബ്സർവ്ഡ് ആസ് ആൻറ്റി ചൈൽഡ് ലേബർ ഡേ ആണ് ജൂൺ 12. അടുത്തത്, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ പേപ്പറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 7 ആക്ടിവിറ്റിയും ഉത്തരങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളെല്ലാവരും നന്നായി ഇത് റിവൈസ് ചെയ്ത് ഏതൊക്കെ ഭാഗത്തു നിന്നാണ് നോക്കി പഠിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായി എക്സാം എഴുതുക, നല്ല മാർക്കുകൾ സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നും വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.